കേന്ദ്ര കരിനിയമങ്ങൾക്ക് പാത്രമായി ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ രാജ്യത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലക്ഷദ്വീപ് നിവാസികൾ. അവരുടെ പ്രതിനിധിയായി ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിലെത്തിയിരിക്കുന്ന പി വാജിബ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ലക്ഷദ്വീപിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ്. കൂട്ടത്തിൽ 3 പേരും കൂടെ വരേണ്ടതായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് 3 പേരും കൂടെ വരാതിരുന്നത്? അവർ വരാൻ വേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു. അവസാന നിമിഷം കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടാത്തതിനെ തുടർന്ന് അവരുടെ യാത്ര തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. ഞാൻ എറണാകുളത്ത് നേരത്തെ വന്ന് നിന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയെന്ന്. ഇപ്പോൾ യാത്രാ സൗകര്യം തന്നെയാണ് ദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അതെ, യാത്രാ പ്രശ്നം അതിലൊന്നാണ്. ചികിത്സയ്ക്ക് വേണ്ടിയും അതുപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം കേരളത്തെ ആശ്രയിച്ചാണ് ലക്ഷദ്വീപിലെ ആൾക്കാർ കുറേ കാലങ്ങളായിട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കൊച്ചിയിലേക്ക് യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ ടിക്കറ്റിന് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ഇതാണ്. അത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. കപ്പലിൻ്റെ എണ്ണവും കുറവാണെന്നോ അത് യാത്രക്കാർക്ക് അനുസരിച്ചുള്ള ഷിപ്പും ഇല്ല. കപ്പലിൻ്റെ എണ്ണം കൂട്ടണം അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഒരുക്കണം എന്നുള്ളത് നിരന്തരമായ ദ്വീപുകാരുടെ ഒരു ആവശ്യമാണ്. അതെ, ഞങ്ങൾ ഡിവൈഎഫ്ഐ തന്നെ ഒരുപാട് പ്രാവശ്യം അത് ആവശ്യപ്പെട്ടതാണ്. നമ്മൾ നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്ത്. പക്ഷേ അവിടുത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേഷൻ അതിനെ മുഖവിലക്കെടുക്കാതെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ദ്വീപിനുള്ളിൽ തന്നെ യാത്രാ വിലക്കുകൾ പല തരത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തി വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ്? അത് മത്സ്യത്തൊഴിലാളികൾക്കാണ് പ്രധാനമായിട്ടും. ജനവാസമില്ലാത്ത ദ്വീപുകളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ആൾത്താമസമില്ലാത്ത ദ്വീപിലേക്ക് മത്സ്യത്തൊഴിലാളികളെ വിടാതെ അവരുടെ മത്സ്യബന്ധനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെയുള്ള ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയന്ത്രണങ്ങൾ. കപ്പലുകൾ കൃത്യമായ അല്ലെങ്കിൽ നിശ്ചിത ഇടവേളകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ പലപ്പോഴും വളരെ വിരളമായിട്ട് മാത്രമേ ദ്വീപിലേക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തുന്നുള്ളൂ. അതെ, ലക്ഷദ്വീപിൽ ഇപ്പോൾ മത്സ്യവും അതേപോലെ തേങ്ങയും ഒഴിച്ചുള്ള ബാക്കിയുള്ള അരി മുതൽ ബാക്കിയുള്ള വീട്ടാവശ്യങ്ങൾക്കുള്ള സകല സാധനങ്ങളും കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കപ്പലിലാണ് ഇത് മെയിനായിട്ട് ചരക്ക് ഗതാഗതം നടക്കുന്നത്. അപ്പോൾ കപ്പൽ വരാതെ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ യാത്ര ഇത് തടസ്സപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെ ആവശ്യ വസ്തുക്കളുടെ ലഭ്യത കുറവ് അവിടെ വരാറുണ്ട്. പിന്നെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. അടുത്തിടെ തന്നെ ഒരു കുട്ടി മരിച്ചതിൻ്റെ കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടാതെ ഒരു കുട്ടി മരിച്ചതിൽ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അപ്പം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൃത്യമായി ലഭ്യമാക്കണം എന്നൊരാവശ്യവും കൂടെ ഉയരുന്നില്ലേ അവിടെ നിന്ന്? അതെ, എയർ ആംബുലൻസ് ആണ് അവിടെയുള്ള ആകെ ഒരു മെഡിക്കൽ ആംബുലൻസ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ്. അപ്പോൾ കൃത്യസമയത്ത് ഈ രാത്രി കാലങ്ങളിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രാത്രി അവിടെ നൈറ്റ് ലാൻഡിങ് ഇല്ല. അപ്പോൾ രാവിലെ നേരം വെളുക്കുന്നവരെ ഈ ഹെലികോപ്റ്റർ വരുന്നത് കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചതുണ്ട്. അതിൽ ആ കുട്ടിയുടെ സംഭവം അവസാനത്തെ ഒരു സംഭവമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ഡിവൈഎഫ്ഐയുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? ദ്വീപിൽ പ്രതിഷേധങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ടോ? പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങൾക്ക് 2 ദിവസം മുമ്പ് അനുമതി തേടണം അഡ്മിനിസ്ട്രേഷൻ്റെ. അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർ അനുമതി തരും, അല്ലെങ്കിൽ അത് നിഷേധിക്കും. എന്നിരുന്നാൽ തന്നെയും ഡിവൈഎഫ്ഐ അവിടുത്തെ പരിമിതികളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. നമ്മുടെ മേലംഗ കമ്മിറ്റികൾക്ക് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വി ശിവദാസൻ എം പിയൊക്കെ ഈ വിഷയം രാജ്യസഭയിലൊക്കെ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ദ്വീപ് നിവാസികളുടെ ആവശ്യങ്ങളോട് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സമീപനം എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷൻ ലക്ഷദ്വീപിലെ ആളുകളുടെ എന്താ പറയുക, അവരുടെ ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ്. അപ്പോൾ എന്തായാലും ദേശാഭിമാനി ഓൺലൈനോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം.